എടാ മോനെ ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ സൗണ്ട് കുറച്ച് പോയി കിടക്കുവാണ്. അതിൻ്റെ കാരണം പറയാം. കൂടുതൽ വളച്ചുകെട്ടലുകളൊന്നും ഇല്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ആവേശം എന്താ പറയണ്ടേ? നിങ്ങളൊരു 5-6 ഫ്രണ്ട്സ് ഉണ്ടോ? പോട്ടെ 2 പേരുണ്ടോ? വേണ്ട. ഒറ്റയ്ക്ക് സിനിമ കാണാനുള്ള മൂഡുള്ളവരാണോ? സിനിമ അത്രയധികം തിയേറ്റർ എക്സ്പീരിയൻസും ഫ്രണ്ട്സുമായിട്ട് അത്രയും ജോളി അടിച്ച് കാണാനൊക്കെ താല്പര്യമുള്ളവരാണോ? ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോ. ഈ ഇടയ്ക്കൊന്നും ഇത്ര ഒരു വൈബ് തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ടു ബി ഹോണസ്റ്റ്, എനിക്ക് കിട്ടിയിട്ടില്ല. സാധാരണ നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമുക്കൊന്ന് കൂവണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂവാനായിട്ട് നമുക്ക് പൊതുവേ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അവർ കൈയടിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൈയടിക്കുമല്ലോ. സാധാരണ ഞാൻ അങ്ങനെ കൈയടിച്ച് കൂവി വിളിക്കാത്തതാണ്. പക്ഷേ ഈ ഒരു പടം കണ്ടപ്പോൾ എൻ്റെ കൺട്രോളെല്ലാം വിട്ടുപോയി. ഞാൻ കൈയടിച്ച് അർമാദിച്ച് ചിരിച്ച് അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ട് കുറച്ച് പോയി ഞാൻ പറഞ്ഞത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ അപ്പുറം ഈ ഒരു പടം ഡെലിവറി ചെയ്തു. അതും മാക്സിമം പൊട്ടൻഷ്യൽ, മാക്സിമം വൈബിൽ തന്നെ. ഇനി കൈയടിക്കാനുള്ള കാര്യവും മൂവിയുടെ ഒരു ഓവറോൾ റിവ്യൂ എന്താണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് തിങ് അതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. നമ്മളെല്ലാവരും ഒരാളെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. ആ ഒരാളുടെ പേരിലാണ് അവർ മാർക്കറ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ രോമാഞ്ചത്തിന് ശേഷം ഡയറക്ടർ ജിത്തു മാധവൻ ഡയറക്റ്റ് ചെയ്ത മൂവി. രോമാഞ്ചം കുറേ പേർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് അത്രയധികം തന്നതാണെന്നും OTT-യിൽ വന്നപ്പോൾ പറയത്തക്ക അഭിപ്രായമൊന്നും കിട്ടാത്തൊരു മൂവിയായിരുന്നു. പക്ഷേ ഈ ഒരു മൂവി എനിക്കറിയില്ല OTT-യിൽ എങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആകുമെന്നും. പക്ഷേ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. അതിൻ്റെ മെയിൻ റീസൺ ഒന്ന് തന്നെ ആ ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ്. സാധാരണ നമ്മൾ പട്ടം പറന്നത് എങ്ങനെയാണ്? പട്ടത്തിൻ്റെ ഒരറ്റത്ത് നമ്മുടെ കൈ ഉണ്ടാകും, പട്ടം അതിനനുസരിച്ച് പാറിക്കളിക്കും. അതുപോലെ തന്നെ ഫഹദ് ഫാസിൻ്റെ ഒരു പെർഫോമൻസ്, പുള്ളിയുടെ ടോപ്പ് ലെവലിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ അറ്റത്ത് പുള്ളിയുടെ ഒരു കരമുണ്ട്. അതായത് അതിൻ്റെ അപ്പുറം ഇനി പോയി കഴിഞ്ഞാൽ പൊട്ടി പാറി വല്ലയിടത്തോട്ടും പോകുന്നുള്ളത്. അതുപോലെ നല്ല ഗംഭീര പെർഫോമൻസ് ഫഹദ് ഫാസിൽ. അത് നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, പിന്നെ കോമഡി ടൈമിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഫഹദ് ഫാസിൻ്റെ ആ ഒരു ഒറ്റ പേരിൽ നമുക്ക് പോയി കാണാം ഈ ഒരു മൂവി. സെക്കൻഡ്, ഞാൻ പെർഫോമൻസ് എടുത്തു പറയണത് രംഗണ്ണൻ്റെ കൂടെ നിന്ന് അമ്പാട് എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ സജിൻ ഗോപു ചെയ്ത ക്യാരക്ടർ. അയ്യോ, പുള്ളി കോമഡി പറയുന്നൊരു പോയിൻ്റൊക്കെ ഉണ്ട്. പുള്ളി ചില എക്സ്പ്രഷനിലൂടെ കോമഡി കാണിക്കുന്നുണ്ട്. ഈ രംഗണ്ണനും അതുപോലെ അമ്പാടും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ട്. അമ്പോ, പീക്ക് ലെവലായിരുന്നു. ത്രൂ ഔട്ട് ചിരിയായിരുന്നു ഈ ഒരു മൂവി കണ്ടിട്ട്. തുടക്കം തൊട്ട് അവസാനം വരെ. അവസാനമൊക്കെ ഈ സജിൻ ഗോപുവിനൊക്കെ അഴിച്ചു വിട്ടേക്കുക. അവസാനം എന്നല്ല കേട്ടോ, തുടക്കം തൊട്ട് ഇവരുടെ തല സ്ക്രീനിൽ കാണിച്ചപ്പോൾ തൊട്ട് പെർഫോമൻസിന് വേണ്ടി അഴിച്ചു വിട്ടേക്കോ. ഇവർ പൂണ്ട് വിളയാടിയിട്ട് മറ്റേ കാളയൊക്കെ പോയി കണ്ടെത്തിപ്പോൾ ഉഴുതു മറിഞ്ഞിട്ടൊക്കെ കയറി തിരിച്ചു വരത്തില്ലേ, അത് തന്നെ അമ്മാതിരി പെർഫോമൻസ്. എത്ര പേർക്ക് കണക്റ്റ് ആവുന്നില്ല. ഇനി മൂവി കാണാൻ പോകുന്നവർ പുള്ളിനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. സജിൻ ഗോപു അമ്പാട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തത്, അമ്പാട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്ത ആ മനുഷ്യൻ സജിൻ ഗോപു, ഞാൻ പേര് പിന്നെ എടുത്തു പറയാം. രോമാഞ്ചത്തിലെ നികേഷോ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തൊരു മനുഷ്യനാണ്. അത് കിഡിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. അത് നോട്ട് ചെയ്ത് വെച്ചോ. പുള്ളിയുടെ ഓരോ മാനർസും എല്ലാം ശ്രദ്ധിച്ചു വെച്ചോണം, ഇനി തിയേറ്ററിൽ പോയി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഓഫ് കോഴ്സ് മെയിൻ 3 ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള ത്രൂ ഔട്ട് പെർഫോമൻസ് ചെയ്തിട്ടുള്ള ഹിപ്സ്റ്റർ, പിന്നെ മിഥുൻ ജയ്ശങ്കർ, റോഷൻ ഷാനവാസ്, ഇവരുടെ 3 പേരുടെ പെർഫോമൻസ് നല്ല ഗംഭീരമായിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹിപ്സ്റ്ററിൻ്റെ ഒക്കെ ഫസ്റ്റ് മൂവിയാണ്. ഹിപ്സ്റ്റർ മീൻസ് പ്രണവ്, അതെ, അവൻ്റെയൊക്കെ ഫസ്റ്റ് മൂവിയാണ്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫോമൻസ്. ഇവരുടെ കൂടെ ലെവലിൽ പിടിച്ചേക്കാൻ പറ്റില്ലെങ്കിലും ഇവരുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഓരോരോ ക്യാരക്ടേഴ്സും ഉണ്ട്. എസ്പെഷ്യലി മൻസൂർ അലിഖാൻ്റെ ക്യാരക്ടർ ആണെങ്കിലും 2 ലേഡി ക്യാരക്ടറായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിലും അവരുടേതായ കോൺട്രിബ്യൂഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് കഴിഞ്ഞാൽ ഇതിൻ്റെ സോള്, അതിൻ്റെ മ്യൂസിക്. സുഷിൻ ശ്യാം ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തത് ആവേശമാണെന്ന്. അത് അദ്ദേഹം ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പാണെന്നും അനിരുദ്ധിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണ വിടാതെ അമ്മാതിരി വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു നോട്ടം നോക്കുന്ന സീനി വരെയും മ്യൂസിക് ഇട്ടിങ്ങനെ തീയിട്ട് കൊണ്ട് കത്തിക്കുവാണ് ഒരു സൈഡിൽ നിന്ന്. ഞാൻ ഏതോ ഒരു വീഡിയോയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞമ്മലിൻ്റെ വീഡിയോയിലായിരുന്നു തോന്നുന്നു, ഈ മ്യൂസിക് നിങ്ങൾ എങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുന്നത്, നിങ്ങൾ ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? എവിടേക്കോ കേട്ട് പറഞ്ഞ മ്യൂസിക്, പക്ഷേ കറക്റ്റ് ആ ഒരു പ്ലേസ്മെൻറ്റ്, ആ ഒരു പ്രോപ്പർ എക്സിക്യൂഷൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നത്? ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടുന്നൊരു കാര്യമാണ്. വിഷ്വൽ പോലെ തന്നെ
എനിക്ക് അതേപടി ഇഷ്ടമുള്ളൊരു മേഖലയും കൂടിയാണ് ഈ മ്യൂസിക്. എങ്ങനെയാണെന്നറിയത്തില്ല, അത് നല്ല പണിപ്പെട്ടിട്ടുണ്ട് സുഷിൻ, അത് ഒന്നും പറയാനില്ലടേ. 4K അറ്റ്മോസ് തിയേറ്ററിൽ പോയി തന്നെ കാണണം, അല്ലെങ്കിൽ അതിലും കൂടിയൊരു തിയേറ്ററിൽ പോയി തന്നെ കാണണം, നല്ല ക്രൗഡിന്റെ കൂടെ തന്നെ കാണണം. തേർഡ് തിങ് അതിന്റെ വിഷ്വൽസ് സൂപ്പറാണ്. എനിക്കില്ലേ സാധാരണ ഒരു മൂവി കാണുമ്പോൾ ഒരു മൂവിയിൽ എവിടെയെങ്കിലുമൊക്കെ ബ്ലാക്ക് ഔട്ട് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ കാണും. ഇവിടെ അങ്ങനത്തെ ഒരു ഭാഗവും ഇല്ല, ഈ ഒരു ഫുൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഈവൻ സ്റ്റാർട്ടിങ് ആ ഒരു ഫസ്റ്റ് ഒരു കോളേജിന്റെ സീൻ കാണിക്കുന്ന തൊട്ട് അവസാനത്തെ സീൻ വരെ എല്ലാ സീനിലും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഒരാൾ വേണം, അയാൾ മസ്റ്റും ആയിരിക്കും ആ ഒരു സീനിൽ. ഇവിടെ ഒരാൾ അത് അവിടെ മസ്റ്റാണ്. അങ്ങനെ കറക്റ്റ് അറിഞ്ഞ് ആ ഒരു വിഷ്വൽസ് എല്ലാം, അത് ഡയറക്ടറിന്റെ ഫുൾ ഉത്തരവാദിത്തമാണ്, ഡയറക്ടറിന്റെ തലയാണെന്ന് നമുക്കറിയാം. എന്നാലും അതെല്ലാം കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തെടുത്ത DOP സമീർ താഹിർ മനുഷ്യനാണ്. ഞാൻ എപ്പോഴും എടുത്തു വരുന്ന എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒരു മൂവിയിൽ എത്രത്തോളാണെന്ന് ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മാസ് മൂവി എന്ന് മാത്രം ഞാൻ പറയില്ല, മാസ് പ്ലസ് കോമഡി മൂവിയാണ്. ഇവിടുത്തെ ഒരു കട്ട് പോയിന്റ്സുകളൊക്കെ ഉണ്ട്, എവിടെ കട്ട് പോയിന്റ് വരണം അവിടെ കട്ട് പോയിന്റ് വന്നിരിക്കും. അങ്ങനെ കറക്റ്റായിട്ട് വിവേക് ഹർഷൻ അതിൻ്റെ കറക്റ്റ് കട്ട് പോയിന്റ്സ് കണ്ടുപിടിച്ച് എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. പോയി കാണുമ്പോൾ കുറച്ചും കൂടെ കണക്റ്റഡ് ആവും കേട്ടോ. എത്രത്തോളം പറഞ്ഞാൽ എനിക്ക് കണക്റ്റ് ആവുമെന്ന് അറിയില്ല, കണ്ട് കഴിയുമ്പോൾ അത് കുറേ കൂടെ കണക്റ്റഡ് ആവും. സ്റ്റോറിനെ പറ്റി ഒരു ബേസ് പ്ലോട്ട് ഞാൻ പറയാം, നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ബേസ് പ്ലോട്ട് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കതിൻ്റെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് എൻ്റെ ഒരു ജെനുവിൻ ഒരു അഭിപ്രായം പറയട്ടെ. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ആദ്യം ഫഹദ് ഫാസിൽ വരുന്നത് വരെ സിറ്റുവേഷൻ ബിൽഡപ്പ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, ഒരു പൊടിക്ക് ലാഗ് ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അത്രയും നേരം നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത്, ആ ഒരു 15 മിനിറ്റ് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത് പുതുമുഖങ്ങളെ ആയിരുന്നു. ഹിപ്സ്റ്റർ, റോഷൻ ഷാനവാസ്, ഈ 3 മെയിൻ ക്യാരക്ടർ ചെയ്തവരെയും അതുപോലെ തന്നെ ഇവർക്ക് റൈവലറി ആയിട്ട് വരുന്ന ആ ഒരു ടീമിനെ ആയിരുന്നു. അവർക്ക് ചെയ്യാൻ വരുന്ന ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ നമുക്കൊരു പൊടിക്ക് ലാഗ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഫാഫ അല്ലെങ്കിൽ ഫഹദ് സാർ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം വന്ന് പുള്ളിയുടെ ഫസ്റ്റ് ഒരു സീന്, പുള്ളിയുടെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ഇവിടെ തൊട്ട് തീ പാറാൻ തുടങ്ങുവാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഐഡിയ ഉണ്ട്. അവിടെ തുടങ്ങി പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് സീൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എനിക്കൊരു തരി പോലും ഫസ്റ്റ് ഹാഫിൽ ഒരു തരി പോലും ലാഗടിച്ചിട്ടില്ല. ഇൻ്റർവെൽ പോർഷനിലൊക്കെ ഒരു ഫൈറ്റ് സീനുണ്ട്, ഒന്നുമല്ല അത്. അവിടെയൊക്കെ ഫുൾ സ്കോർ ചെയ്യണത് ഫഹദ് ഫാസിലും ഈ സജിൻ ഗോപും കൂടെയാണ്. 2 ആക്ടേഴ്സിനെ അഴിച്ചു വിട്ടേക്കുവാണ്. അത് ഫാഫ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഡയറക്ടർ അഴിച്ചു വിട്ടൊരു മൂവിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കറക്റ്റായിട്ട് ഈ മൂവിയിൽ കിട്ടി. ഫസ്റ്റ് ഹാഫ് അങ്ങനെ നല്ല എൻഗേജിങ് ആയിട്ട്, ഇന്റർവെല്ലൊന്നും വന്നത് അറിഞ്ഞില്ല, സത്യമായിട്ട് പറഞ്ഞില്ല. ഒരു കിണ്ണ ഫൈറ്റ് കഴിഞ്ഞൊരു സാധനത്തിലേക്കാണ് ഇന്റർവെൽ വരുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ് കഷ്ടി ഒരു 10 മിനിറ്റ് ഒരു പൊടിക്ക് ലാഗ് അടിച്ചു. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റോറിയിൽ നിന്ന് മാറുന്നുകൊണ്ടല്ല, ആ ഒരു സിറ്റുവേഷൻ, അവരുടെ ഒരു ഫീല്, അവരുടെ ഒരു അവസ്ഥ കുറച്ച് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ചെറിയൊരു ലാഗാണ്. ഫസ്റ്റ് ഹാഫിലെ 10 മിനിറ്റ് സെക്കൻഡ് ഹാഫിലെ 10 മിനിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നല്ല വൃത്തിയായി നല്ല ഭംഗിയായി കൊടുക്കേണ്ട എല്ലാ പെർഫോമൻസും നല്ല പീക്ക് ലെവലിൽ തന്നെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയൊരു പേര്, ഇവരുടെ ഡ്രൈവർ ഒരു അപ്പൂപ്പനുണ്ട്. ആ മനുഷ്യൻ നമ്മൾ വിചാരിക്കും പുള്ളിക്ക് എന്ത് ഒരു ഡ്രൈവർ മിണ്ടാൻ മേലാത്തൊരു അപ്പൂപ്പൻ, എന്ത് പുള്ളിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ. പക്ഷെ പുള്ളി അവിടെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കണക്റ്റഡ് ആവും. വന്നവരും പോണവരും എല്ലാം വന്ന് പെർഫോമൻസ് നല്ല അഴിഞ്ഞാടി വിടുക. പക്ഷെ എന്നിരുന്നാലും ഫഹദ് ഫാസിലിന്റെ ഒരു സാധനം ഇല്ലേ, അതിന്റെ ലെവലിലോട്ട് എത്തിയെന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഒരു നോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഡയലോഗ് ഡെലിവറി, സൗണ്ട് എഫക്റ്റിലൊക്കെ എത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്കറിയാം. സൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് തന്നെ ഈ മൂവിയിൽ നിന്ന് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം പറയട്ടെ. ഫഹദ് ഫാസിൽ ഒരു മലയാളി ആയിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ പറയുമ്പോൾ അവിടെ കന്നഡ ടച്ച് വരുന്നുണ്ട്, ചില സിറ്റുവേഷനിൽ ഹിന്ദി അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഓരോ ഭാഷ വരുമ്പോഴും ആ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരാളായിട്ട് പുള്ളി മാറി. മലയാളിയായിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് ഒരാൾ താമസിക്കുമ്പോഴും അയാൾ മലയാളം സ്വാഭാവികമായിട്ട് പറയത്തുള്ളല്ലോ. പക്ഷെ ഇവിടെ അദ്ദേഹം കന്നഡയായിട്ട് ഒത്തുപിഴകി വന്ന് അല്ലെങ്കിൽ കന്നഡ സംസാരിച്ച് കന്നഡയും അദ്ദേഹത്തിന്റെ വായിൽ ഓട്ടോമാറ്റിക്കലി വരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈല് പുള്ളിക്കാരൻ്റെ ഓരോ ഡയലോഗിലും വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓരോ ഡയലോഗ്സിലും. അതൊക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ പോയിന്റുകളാണെങ്കിൽ പോലും എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ടാണ് അതൊക്കെ സംസാരിച്ചെന്നുള്ളത്. അത് ആ പുള്ളിക്കാരൻ എടാ മോനെ എന്ന് വിളിക്കുന്ന സാധനമൊക്കെ ഇല്ലേ, പല രീതിയിൽ പുള്ളി ആ എടാ മോനെ വിളിക്കണത്, അതൊക്കെ ഭയങ്കര ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ രംഗന്റെ ക്യാരക്ടർ ആണെങ്കിലും അമ്പാടിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഈ ഒരു അപ്പൂപ്പൻ്റെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും, പിന്നെ 2 ഫൈറ്റേഴ്സ്, ഇവരുടെ കൂടെ തന്നെ 2 ഫൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ, 2 ബംഗാളി ഫൈറ്റേഴ്സ്. അവരും ഒക്കെ അടിപൊളിയാണ്, വന്നവരും പോണവരും എല്ലാം ഒന്ന് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഇവരും മറ്റേ ആദ്യം പറഞ്ഞ 3 കോളേജ് സ്റ്റുഡൻസ് ആയിട്ട് അഭിനയിച്ച ഹിപ്സ്റ്റർ ആ ഗ്യാങ് ടീംസ് ഒക്കെ ആണെങ്കിലും
ഇവരുടെയൊക്കെ ക്യാരക്ടർ ബിൽഡിങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു അമ്മയുടെ ഒരു ക്യാരക്ടർ ചെയ്തൊരു അമ്മച്ചിയുണ്ട് കേട്ടോ. ആ അമ്മച്ചിനെ കൊണ്ട് ആവുന്ന രീതിയിൽ പുള്ളിക്കാരിയുടെ കോൺട്രിബ്യൂഷൻ നടത്തി നല്ല വ്യക്തമായിട്ടുണ്ട്. പുള്ളിക്കാരി കുറച്ച് കോമഡി എലമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും. പുള്ളിക്കാരി ഒരു സാധാരണ ഒരു അമ്മ എങ്ങനെ സംസാരിക്കണം, ആ സാധനമൊക്കെ കറക്റ്റായിട്ട് പുള്ളിക്കാരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു നെഗറ്റീവ് ഇൻ ദ സെൻസ് ഞാൻ അത് വലിയ ഇതായിട്ട് ചൂണ്ടിക്കാണിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഹിപ്സ്റ്റർ ആൻഡ് ഗ്യാങ് അവരുടെ ടീം റൈവലറി ചെയ്യുന്നത് ഒരു ഗ്യാങ്ങുമായിട്ടാണ്. ആ ഗ്യാങ്ങിൻ്റെ പവർ കാണിച്ചത് കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ ഒരു തലവനായിട്ട് പറയുന്ന കുട്ടി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര പവറുള്ളൊരു വ്യക്തിയായിട്ടാണ് മൂവി ത്രൂ ഔട്ട് പറയുന്നത്. നമ്മളൊരു ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് പറയുന്ന സമയത്ത് അത് പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഫിസിക്കലി ആണെങ്കിൽ പോലും, സംസാരത്തിലാണെങ്കിൽ പോലും, ലുക്ക്, അപ്പിയറൻസ്, അതിലൊക്കെ ഒരാളുടെ പവർ അല്ലെങ്കിൽ ഒരാളുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ നമുക്ക് മനസ്സിലാകുമല്ലോ. പക്ഷെ അവിടെ ഒരു കുട്ടി എന്ന് പറയുന്നൊരു ക്യാരക്ടർ കുറച്ച് പുറകിലോട്ടായി പോയതുപോലെ എനിക്കൊരു ഫീൽ ചെയ്തു കേട്ടോ. അതിനി എൻ്റെ മാത്രം തോന്നലാണെന്ന് എനിക്കറിയില്ല. കുട്ടി എന്ന് എപ്പോഴും പറയുന്നുണ്ട്. ആ ഒരു പേഴ്സന്റെ പവറാണ് പറയുന്നത്. അവിടെ എനിക്ക് തോന്നിയത് കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ശരിക്കും സറൗണ്ട് ചെയ്തിരിക്കുന്നവരുടെ ബലത്തിലാണ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് എനിക്കൊരു ഫീൽ തോന്നി. ത്രൂ ഔട്ട് പറഞ്ഞു പോകുന്നത് കുട്ടി ഇൻഡിപെൻഡന്റ് ഒരു അടിപൊളി ആളാണ്, ഒരിക്കലും മുട്ടി നിൽക്കാൻ പറ്റൂല എന്നൊക്കെയാണല്ലോ. പക്ഷെ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഈ കുട്ടിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയില്ലാത്തൊരു ഫീൽ. പുള്ളിക്കാരൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഭാഗങ്ങൾ. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇതിനൊക്കെ അപ്പുറം മസ്റ്റായിട്ട് തിയേറ്ററിക്കൽ വാച്ച് തന്നെയാണ്. വിഷ്വലി, സൗണ്ട് എല്ലാം കൊണ്ടും ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള, ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ആവേശം. ഈ ഒരു മൂവി റിവ്യൂ ഓൾറെഡി ഡിലേ ആയിട്ടായിരിക്കും വരുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഓൾറെഡി 3 മൂവിയും കണ്ടു കഴിഞ്ഞു. അപ്പം വീട്ടിൽ വന്നതിന് ശേഷമാണ് ഓരോ വീഡിയോ ഇങ്ങനെ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കൊണ്ട് കുറേ പേരൊക്കെ മൂവി കണ്ടിട്ടുണ്ടാകും. എന്നിരുന്നാൽ പോലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണുക, തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ജിത്തു മാധവൻ അദ്ദേഹത്തിൻ്റെ അടുത്ത മൂവിക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് മൂവിനെ പറ്റിയുള്ള എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങൾ മൂവി കണ്ടവരാണെങ്കിൽ മൂവിയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവരോട് മസ്റ്റായിട്ട് മൂവി കാണാൻ പറയുക. ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.